എല്ലാം വെച്ചാൽ മെയ്ഡ് ഔട്ട് ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ മാപ്പാണ് ഗൈസ്, അറിയാലോ. ഇതാണ് ഞാൻ വരച്ചേ. ഓ ഇത് മറ്റേ സീന് ഗൈസ്. ഇത് വർക്ക്ഷോപ്പിൽ പോലുള്ളതാണ്. ഓക്കെ എടാ പൊന്നെ, അത്ര ദൂരം നടന്നു പോണോന്ന്. 1500 മീറ്റർ ഉണ്ട്, 1 കോടി മീറ്റർ ഉണ്ട്, 2 മീറ്റർ ഉണ്ട്, കുഞ്ഞി മീറ്റർ ഉണ്ട്. എടാ നിന്റെ വണ്ടി നിന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തൊന്നും എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകണം. പോലീസ് വണ്ടി സാറേ ഒന്ന് ഇറങ്ങാമോ? സാറിന് എനിക്ക് പരിചയമുണ്ടേ, അതുകൊണ്ടാണ്. അത്രേ ഉള്ളൂ. സാറിനെ എനിക്ക് പരിചയമുള്ളതുകൊണ്ട് ഞാനങ്ങ് എടുത്തോണ്ട് പോയി. സാറേ പരിചയമുള്ള ഓർമ്മയുണ്ടോ? ഞാൻ പിന്നെ തന്നാക്കാം. സാറിൻ്റെ വണ്ടിയല്ലേ നശിപ്പിച്ച് നാരായണക്കല്ലടിക്ക് ഞാൻ പിന്നെ തന്നാക്കാട്ടോ. അവിടെ ഇത് സെയിം ബാറുകൾ പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ സമയത്ത് ഒന്ന് കയറണം ഗൈസ്, അത്രേ ഉള്ളൂ. വൈബടിക്കണം. എന്നിട്ട് ആരാ പോലീസ് വരുന്നുണ്ടില്ലേ? അത്രേ ഉള്ളൂ. നമ്മൾ പോലീസ് ഓഫീസറായി. പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലത്തറിയുന്നു. വേറെ എൻ്റെ വണ്ടി എന്താണ് അവിടെ എന്തോ ആക്സിഡൻറ്റ് എടുത്തത്? ഇത് പോലീസ് മാമയല്ല ആക്സിഡൻറ്റ്. നമ്മളെ പൊക്കിന്നു. പോലീസ് മെസ്സേജ് അയച്ചേക്കുന്നു നമ്മൾ പൊക്കുന്നു. ബട്ട് പോലീസ് പിടിക്കാൻ വരുന്നില്ല. ഇപ്പം പിടിക്കാൻ വരുന്നില്ല എന്നുള്ളൂ. ഇവൻ്റെ വണ്ടി ഇവിടെ കയറുന്നില്ലേ? എന്നിട്ട് ഇവൻ എൻ്റെ വണ്ടി ഇടിച്ച് തെറിപ്പിക്കാൻ തോന്നുന്നു. ഒന്ന് അറിയിക്കട്ടെ, നിൻ്റെ വണ്ടി പൊട്ടി നല്ലതാണല്ലോ. അതുകൊള്ള നീ അത്തരത്തിലുള്ള ആളല്ലേ. സാറേ പോടാ, നിൻ്റെ വണ്ടി ഇപ്പം നിൻ്റെ കയ്യിലാ. എനിക്കൊരു നല്ല വണ്ടി കിട്ടി. നല്ല വണ്ടി. എടാ ഇതെന്നാടാ വിളിക്കുമെന്ന് നടക്ക്. അയ്യോ ഈ ഗെയിം തന്നെ പേടിച്ചു സാധനം കേട്ടോ. എൻ്റെ കണ്ണിന് എന്തോ വേന, കണ്ണടിച്ചു പോകും. ഇപ്പം ഞാൻ ഫോഗേഴ്സ് നിങ്ങൾ എഴുതണ്ട. ഇത്രയും നല്ല ഗെയിമാണ്, നല്ല ഗെയിമാണ് ഇത്. നിങ്ങൾക്ക് വേണേൽ ഫോണിൻ്റെ അകത്തും അനേബിൾ ആണ്. എന്തിനാ ഞാൻ ഇങ്ങോട്ട് പോയേ? ലൊക്കേഷൻ ഇങ്ങോട്ടല്ലല്ലോ. എടാ തെണ്ടി, എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ ലൊക്കേഷൻ ഇങ്ങോട്ടാണ്. ഓക്കെ അവിടെ ആരമർക്ക് ഉണ്ടല്ലോ, അങ്ങോട്ടാണ് വയസ്സ്. കുറേ ദൂരമുണ്ട്. എന്താണ് ഓക്കെ. ഇവിടെ ഈ വണ്ടി സ്പീഡിലടാ, നമ്മൾ എത്തുമെന്ന് തോന്നുന്നില്ല. 100-ലൊക്കെ ഉള്ളൂ. എന്ത് ലാഗാ നോക്കിയേ. നിങ്ങൾക്ക് ലാഗുണ്ടോയെന്ന് അറിയത്തില്ല, എനിക്ക് ലാഗാണ്. യെസ്, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ലാഗില്ലായിരിക്കും. ഇവിടെ എനിക്ക് ഇവിടെ ചത്ത ലാഗാണ്. അയ്യോ ലാഗ് അടിച്ചിട്ടാണ്. ഒന്നും പഠിക്കണ്ട, ലാഗ് അടിച്ചിട്ടാണ്. ഇവിടെ ഉള്ളമാര് ചത്ത. ഈ വണ്ടി ഇനി ഓടിക്കാനേ എനിക്ക് വരില്ല. ഓടിച്ചു കഴിഞ്ഞാൽ ഞാൻ ചത്തു പോയിക്കുക. ലാഗ് ഞാൻ പറയുന്ന ഒരു ലാഗാണല്ലോ. സ്മൂത്തിലി ഹാൻഡിൽ ലാഗ് പോയി. പിന്നെ ഇവിടെ ആകാശമൊക്കെ അറിയേ ലൈഫ് പോലുണ്ടല്ലേ. ഏതാ നോക്കിയ മരടി ചെയ്ത വണ്ടി. തോന്നി എനിക്കതാണ് ഉണ്ടാവാൻ പോലെ. ഒരു പോലീസ് ഓഫീസർ നടന്നു വരുന്നുണ്ട്. ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു. ബ്ലോക്ക് കണ്ടിട്ടാണോ? അല്ലടാ ഇവിടെ ഫൈറ്റ് ഉണ്ട്. നിൽക്ക് സാറേ വണ്ടി. അത് നല്ല വണ്ടിയായിരുന്നടാ സാറേ, നല്ല വണ്ടി. ഞാൻ പൈസ ഒന്നും തന്നെ മേടിക്കായിരുന്നു ഞാൻ സാറിൻ്റെ നിന്ന്.
ഞങ്ങൾ ഇത്രയും വലിയ ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് ഇവർ വണ്ടിക്ക് അടിക്കുക. ഈ വണ്ടി അല്ലാതെ പോലീസ് അല്ലേ ആ പോയത്? അവിടെ പോലീസ് ഇടിച്ചു കുത്തിയുമ്പോൾ ഭ്രാന്ത് പിടിച്ച് കണക്ക് പോകുന്നുണ്ടല്ലേ. ഇത് പൊട്ടിയതാ, അത് പൊട്ടിയതാ, ഇത് പൊട്ടിയതാ. ഈ വണ്ടി പൊട്ടിയതാ. സിറ്റിയുടെ തലക്ക് പോയി നിൽക്കാം. ഈ സിറ്റിയിൽ തന്നെ സോംബി അപ്പോക്ലിപ്സ് വന്നു. ഒരു മനുഷ്യ വണ്ടിയില്ല, വിശാലമായിട്ട് കിടക്കുന്നു. അല്ലേ പിന്നെ കുറെ വണ്ടി കാണണ്ടല്ലേ. ഇപ്പൊ ഒരു വണ്ടിയില്ല. അവിടെ ഒരു പോലീസ് വണ്ടി വേണം. കൊള്ളാം, പോലീസ് വണ്ടി കൊണ്ട് എടുക്കാല. ആ പോലീസ് അത് ഇടിച്ച് വെച്ചിട്ട് എന്താന്ന് എടാ കുറച്ച് ഡ്രോൺ പറത്തോളാം. എന്താ ഓ ആ സീന് നമ്മുടെ ഡ്രോൺ പുറത്തുവാണ്. ഡ്രോൺ പുറത്തുവാണ്. ഡ്രോൺ പുറത്തു പോവുകയാണ് നമ്മുടെ മോനെ. സീൻ ഈ ഡ്രോണിന് വണ്ടി വരുന്നുണ്ടോ? ഡ്രോൺ ഒന്നോടെ വിടട്ടെ. ആകാശത്തേക്ക് പോകട്ടെ. ഇവിടേക്ക് എന്താ വണ്ടി വല്ലതും വരുന്നുണ്ടാവോ? ഒരു വണ്ടി ആ വണ്ടി അടന്ന് റോക്കറ്റ് ആകപ്പാടെ കെട്ടിയ പോലെ. ഈ പോലീസ് ഓഫീസറെ കൊണ്ടുവരാവില്ല. ഓക്കെ, സോംബി അപ്പോക്ലിപ്സ് ആണോ? ഇതൊക്കെ സോംബീസ് ആണോ എന്തോ അറിയത്തില്ലല്ലോ. ഒറ്റ വണ്ടിയില്ല എടോ. ഇവിടൊക്കെ 150 എൻ്റെ പോയി എടാ. ഇന്നത്തെ എടാ ഇപ്പൊ എവിടുന്നോ ഇല്ലാത്തൊരാനന്ദം വരുന്നത് ഞാൻ കണ്ടിരിക്കുന്നു. എൻ്റെ എടാ ഇതിൻ്റെ റിവെഞ്ചാണ് ഇവിടെ നടക്കുന്നേ. എനിക്ക് ലാഗടിച്ചിട്ട് ഒന്നും കാണിക്കാൻ പറ്റില്ല ദിവസങ്ങളെ, അതുകൊണ്ടാ. അല്ലേ ഞാനിപ്പോ റെഡ് ലൈപ്പായിപ്പോ കണ്ടോ എല്ലാം കൊണ്ട് ഭ്രാന്ത് കയറണത്. ഉയ്യോ ഒരു വണ്ടിയുണ്ട്. ഞാൻ വണ്ടി കാണുന്നു ചേട്ടാ. ദിസ് ഈസ് കോൾഡ് കാറ്. അത് ചേട്ടൻ അറിയത്തില്ല ചേച്ചി. ദിസ് ഈസ് ചേട്ടനോട് ചേച്ചിയോ? ചേട്ടൻ്റെ വണ്ടി അത്. സീൻ വിട്ടിട്ട് കേട്ടാ. എന്നോട് തോന്നു പോണേ പൊട്ടൻ നല്ല ലോക പൊട്ടൻ. ാണ് എനിക്കവിടെ വേണേ. ഞാൻ ഇവൻ്റെ പുറകെ പിടിച്ചു. ഇവൻ എങ്ങോട്ടൊക്കെ പോകും. എടോ ഇത് തെണ്ടിയോടോ എന്ന് പറഞ്ഞു. എടോ ഇവന്മാരൊക്കെ മാസം ഇറക്കും പറയും. ഇനി എൻ്റെ മാസം കൂടെ ഇടണം. ഫോണ് ആറ എന്നെ ഫോളോ ചെയ്യാനായിരിക്കില്ല പറ്റുമെങ്കിൽ. എൻ്റെ അടുത്ത കളി അവന്മാരുടെ സാറേ ഒന്ന് വരാമോ സാറേ? ഈ ഓണിൻ്റെ എവിടെ കൊണ്ട് ഈ സാറിന് ഓർത്തേക്കാൻ പറ്റുന്നില്ലല്ലോ. സാറേ ഞാൻ വെറുന്ന്
സാറിനെ പിടിക്കാത്തതെന്ന് അറിയത്തില്ല. സാറിന് വട്ട ഞാനിങ്ങനെ ഒരു പിടിയിൽ സാറിൻ്റെ പോയി വെച്ച് പിടിച്ചിട്ടുണ്ട്. ഈ സൗട്ട് എന്നെ പിടിക്കാനാണോ? അയ്യോ സാറേ, എന്നെ വന്ന് ഇടിച്ചത് കണ്ടില്ലേ സാറേ? പിടിക്കാവരെ. പുറകെ തന്നെ ഒരു പോലീസ് വണ്ടി എന്നെ ഉണ്ടായിട്ട് എന്നെ ഒരു ബഹുമാനമില്ലല്ലോ. എന്താണ്ടാ മാറടേ. തോന്നണ്ടില്ല ഒരാള്. വണ്ടി എടുത്ത് പോട്ടെ. എടാ ലോറി ചെയ്യും വണ്ടിയാ. എൻ്റെ വണ്ടി കളഞ്ഞിട്ടാണ് ഞാൻ ലോറി എടുക്കും. ഇവന്റെ വണ്ടിക്കൊന്നും പറ്റുന്നില്ലേ? അത് ശ്രദ്ധിച്ചോ? ഇവന്റെ വണ്ടി ഇരുമ്പ് കൊണ്ടാ വണ്ടിയാക്കിയേക്കുന്നേ. അത് നിങ്ങൾ കണ്ട? ഫ്രണ്ടിലൊക്കെ ബമ്പറൊക്കെ ഇരുമ്പ്. ഇരുമ്പെന്ന് പറഞ്ഞാൽ മുട്ടനാട് ഇരുമ്പ്. ഇവന്റെ പവർ ഉണ്ട്. ഇടിച്ചങ്ങ് മാറ്റല്ലേ. പോലീസ് വണ്ടിയൊക്കെ റിവേഴ്സിൽ പോകുന്നു. ഇങ്ങോട്ട് പോകാനാ പറയുന്നത്. ഇങ്ങോട്ട് പോയി നോക്കാം ഗൈസ്. അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടം വരെ എത്തുമെന്ന് അറിയത്തില്ല. ഇതൊരു ലോങ് വീഡിയോ ആയിരിക്കും ചിലപ്പോങ്കിൽ. എന്ന് വെച്ചാൽ ഇപ്പം തന്നെ നിങ്ങൾ കാണുമ്പോഴത്തേന് ഇതൊരു ഞാൻ പറയുകയാണ് 20 മിനിറ്റ് കാണും. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതല്ലേ, എനിക്കറിയാമല്ലേക്ക്. അയ്യോ ടെസ്റ്റാണ്. ടെസ്റ്റ് ഈ വണ്ടിക്ക് എന്തെങ്കിലും പറ്റുമെന്ന്. എന്നാ വലിയ സാധന ചാടി. ഈ വണ്ടിക്കൊന്നും പറ്റിയില്ല. ഈ വണ്ടി പറ്റി. വണ്ടിയുടെ ഇരുമ്പ് നൂനയൊക്കെ ഊരിപ്പോയി. പോട്ടെ ടണല്. അയ്യേ, എനിക്ക് ടണലിലേക്ക് പോയാ. ചത്ത്. ഞാൻ മിക്കവാറും ആക്സിഡന്റ്. പോലീസേ വരുവിൻ. എടാ ബ്രേക്കിൻ്റെ ഒക്കെ അവിടെ ലൈറ്റൊക്കെ തന്നെ വേണ്ട. എടാ ആക്സിഡൻ്റ് ആയിട്ട് ഒരു ആള് പോലും ഇവിടേക്ക് നോക്കുന്നില്ലല്ലോ. ഈ ഭാഗത്തേക്കേ നോക്കുന്നില്ല ആരും. കൊള്ളാം. വേറെ ആൾക്കാരും എന്തിക്കുമില്ല എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ. എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആരും ഒന്നും പറയുന്നില്ല. അവന്മാർക്ക് എല്ലാം പറ്റിക്കഴിഞ്ഞാൽ എല്ലാവരും നോക്കാനും ഉണ്ട്, പറയാനും ഉണ്ട്, കേൾക്കാനും ഉണ്ട്, എല്ലാത്തിനും ഉണ്ട്. എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ ആർക്കൊന്നും ഒരു പ്രശ്നവുമില്ല. അറിയാലോ, അച്ഛനമ്മയ്ക്കും ഗെയിമിൻ്റെ അകത്ത് അച്ഛനമ്മയുണ്ട്. അറിയാലോ, ഗെയിമിൻ്റെ അകത്ത് അച്ഛനമ്മയ്ക്കും ഒന്നും ഒരു പ്രശ്നമില്ല. എൻ്റെ അപ്പന് പോലും ഒരു പ്രശ്നമില്ലെന്നാണ് ഗെയിമിൻ്റെ അകത്ത്. റിയൽ ലൈഫല്ല. എൻ്റെ ഫ്രണ്ട്സ് കണ്ടു കഴിഞ്ഞാൽ എന്നെ തെറി വിളിക്കും. അതുകൊണ്ടാണ് റേഞ്ച് റോവർ പോലത്തെ വണ്ടി കിട്ടിയിട്ടുണ്ട്. സീം വണ്ടിയാണ് മാത്രം. ഞാൻ പറഞ്ഞ് എടുക്കുമ്പോഴത്തേന് ഉറപ്പാ എവിടെയെങ്കിലും കൊണ്ട് തള്ളും. ഞാൻ ഏതെങ്കിലും കൊക്കെ കൊണ്ട് ഞാൻ തള്ളും. ഇവിടെ ആ വീടൊക്കെ കണ്ടത്തേന് ഇലക്കും. മിണ്ടാത്തതിൻ്റെ കാരണം മനസ്സിലായില്ലേ? ഇത് തന്നെയാണ് ഞാൻ ഇവിടെ ഇവർ ഓഫ് റോഡ് ഓടിക്കാനാണല്ലോ പറയുന്നത്. എന്താണ് അവസ്ഥ നോക്കട്ടെ. റേഞ്ച് റോവർ ആട്ടത്. എൻ്റെ അത്ര റേഞ്ച് ആയിട്ടുള്ള റോവറായത്. ഞാൻ ആക്സിഡൻറ്റിൽ തൊടുന്നില്ല. കയറ്റത്തുണ്ടായ സ്ഥലം ഭയങ്കര റിയലിസ്റ്റിക് ആട്ടോ. കുറച്ച് MB കിട്ടുന്നെന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പി ആട്ടെ ഞാൻ. നല്ല ഗെയിമാണ്. ഈ ഗെയിമിന് ലൈക്ക് ഷെയർ ചെയ്യണേ. ഫുൾ ഡീറ്റെയിൽസ് ചെയ്യാൻ ലൈക്കും ഷെയറും ചെയ്യണം. ഫുൾ ഇടിച്ച് കയറ്റിന്ന് പറഞ്ഞു വായട. എടാ അത് എന്ത് വണ്ടിയാണത്? എനിക്കൊന്ന് പോയി നോക്കണമല്ലോ. പോയി നോക്കുമാത്രമല്ല, ഒന്ന് എടുക്കുകയും ചെയ്യണം. ഓടിച്ച് നോക്കുകയും ചെയ്യാം. ടെസ്റ്റ് ഡ്രൈവ് ചോദിക്കാം പോയി. എന്നാ വണ്ടിയത്? അത് റേഞ്ച് റോവർ അല്ലല്ല. അത് റേഞ്ച് റോവർ. എനിക്കൊന്നും വേണ്ട. എനിക്ക് ഈ റേഞ്ച് റോവർ മതി.
അത് അതിൻ്റെ സെറ്റപ്പ് റേഞ്ചർ നോക്കാം. ഹൈവേ ഇത് ഈ ഉഫുഡിൻ്റെ സീനാട്ടോ. എടാ ചേട്ടാ ഇടിച്ച് കയറ്റിയാ ചേട്ടാ എൻ്റെ വണ്ടി ചേട്ടാ എൻ്റെ വണ്ടി നോക്ക്, എൻ്റെ വണ്ടി പൊട്ടീന്നേ ചേട്ടാ. 2 അടിയും വെച്ച് കൊടുക്കാൻ ചേട്ടാ, എന്നിട്ടും ഒരു ഉപകാരമില്ല മഞ്ഞൊക്കെ കൊണ്ട്. ഇതെൻ്റെ വണ്ടി അല്ലല്ലോ, ഇതേത് വണ്ടി? എനിക്ക് വേറെ വണ്ടി കിട്ടി. ഓക്കെ അത്ര കിട്ടിയെങ്കിൽ കിട്ടി, അത്ര തന്നെ. കിട്ടിയെങ്കിൽ കിട്ടി, കിട്ടട്ടെ. വണ്ടി പോട്ടെ. ഹലോ പോലീസ്, തന്നെയാണോ? നമ്മളൊന്നും കണ്ടെത്തില്ല. ഞങ്ങളായിരുന്നു നോക്കുന്നുണ്ട്, ഞങ്ങളൊന്നും കണ്ടെത്തില്ല. ഞങ്ങളിങ്ങനെ പിക്കപ്പ് എടുത്തൊരു സാധനം കൊണ്ടേ കൊടുക്കാൻ വന്നാക്കുന്നല്ല. പിക്കപ്പ് ഉണ്ട്, പിക്കപ്പ് അതൊന്നുമല്ല. ഈ വണ്ടിക്കൊന്നും ഒരു ബ്രേക്കില്ല. അത് ഹാക്കായി പോയതാണ്, നിങ്ങൾ കണ്ടില്ലേ? നൂബിനെ സ്ഥലം സ്പിറോസ് ആയതുകൊണ്ടാണ് ഈ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാം. പിറോസിന് എങ്ങനെ വരാം? അയ്യോ പിറോസിന് വരാം. കട്ടിട്ടോ എൻ്റെ ചർച്ച പള്ളിയാണ്. പള്ളി ഞാൻ പള്ളിക്കാരനെ, അത് നിങ്ങൾക്കറിയത്തില്ലേ? പള്ളി എന്തിനാട്ടെ, എനിക്ക് എൻ്റെ മുന്നിൽ തന്നെ കൊണ്ടേ നിർത്തിയില്ല. ഒരു പൂച്ചട്ടിയുടെ അവിടെ തന്നെ കൊണ്ടേ നിർത്തും. അതിന് സമാധാനമില്ല. എന്നിട്ട് ഞാൻ നോക്കുള്ളൂ. എന്ത് സീന് ഞാനിങ്ങനത്തെ ഫൈറ്റൊക്കെ റിയൽ ലൈഫിലാണെന്നുള്ളൂ. തുറക്കടാ, തുറക്കത്തു. ഞാൻ പറഞ്ഞു അമ്മയെ തുറക്കത്തില്ലെന്ന്. കൊള്ളാം. ഓടിപ്പോയി ചാടിട്ട് ആരുടെ എൻ്റെ വണ്ടി ഒരു പണിഞ്ഞിട്ട് പോയി. ഞാൻ പണിയും. അതേത് അവനാന്ന് പോയി നോക്കട്ടെ. എന്നിട്ട് അവൻ്റെ വണ്ടി സാധ്യത ഞാൻ എടുക്കും. എൻ്റെ വണ്ടി പണിഞ്ഞ് ഞാൻ അവൻ്റെ വണ്ടി പണിയും. അത് ഞാൻ തിരിച്ചു പണിയുന്ന അവന് വണ്ടിയില്ലാണ്ടായി. അവനെ ഇതേ പോകുന്നവനാണോ? അല്ല, അവനൊരു റേഞ്ച് റോവറാണെന്ന് എനിക്ക് ലൊക്കേഷൻ കിട്ടി. അവനിപ്പോൾ തന്നെ എസ്കേപ്പ് ആയിരിക്കുന്നു എനിക്ക് ലൊക്കേഷൻ കിട്ടി. അവനെ പിടിക്കാൻ വേണ്ടി ഞാൻ എവിടെ വരെ എൻ്റെ വണ്ടി അവരെ കിട്ടി. എവിടെ നിൽക്കടാ, ഈ ഫോണിൻ്റെ വണ്ടിയുടെ ഒന്ന് പട്ടിച്ചു കൊടുക്കാ. റേഞ്ചർ ഫ്രോഡേ, നിക്കട ഫ്രോഡേ, പിടിച്ചിട്ട് പോണിക്കടാ നിന്നെ. എടാ കണ്ടിപ്പിച്ചേക്കെ. ഇവനാണത്? ഇല്ലേ, മറ്റവനല്ലല്ലോ. ഇവനാണോ? അല്ല, ഇജുമയൊന്നും അല്ല. അയ്യോ കളിക്കല്ലേ. ഞാൻ ആരോ ഒരു പോർഷയാന്ന് പറഞ്ഞേ. ദേ ഇരുന്നു. നീ അല്ലടാ തീരുവോ? എടാ നീ എന്തിനാടാ എൻ്റെ വണ്ടിക്ക് പണിഞ്ഞേ? ചേട്ടാ അതൊന്നുമില്ല. എന്നെ ഇറക്കി വിടില്ലേ? എൻ്റെ വണ്ടി, എൻ്റെ 12. എടാ എൻ്റെ 2 കോടിയുടെ വണ്ടി. 2 കോടിയുടെ വണ്ടി എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞാനിവിടെ എൻ്റെ വണ്ടി ഇനി എൻ്റെ വണ്ടി ഇത്രേ ഉള്ളൂ. എൻ്റെ ബാക്കിൻ്റെ ലൈറ്റ് നോക്കി ടേപ്പ് പൊട്ടിച്ച് വെച്ചാക്കുന്നു. എനിക്ക് വേണ്ട, എടുത്തോണ്ട് പോടാ നിൻ്റെ വണ്ടി. അവൻ്റെ വണ്ടി എടുക്കണ്ടേ. പക്ഷേ ഇത് പോർഷാണ്. റിയൽ ലൈഫിൽ കണ്ടാലും ഇത് പോർഷാണ്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുള്ളെങ്കിൽ ഇത് പോർഷാണ് കേസ്. റിയലിസ്റ്റിക് കാർ.
നെവറൊന്നും പറയുന്നില്ല. ഒരു ചെറിയ റെയർ. ഇത് പ്രയറല്ല, കുവയാരാണ്. ഇനിയിപ്പോൾ ഈ വണ്ടി അവനൊന്ന് പണിയോ? ഈ വണ്ടി പണിയൊന്നുമില്ല. അവനൊന്ന് പണിയാ നമ്മളെ പേടിയാവും. അറിയാം, നമ്മളുടെ റയറസ്റ്റ് ഡ്രൈവർ. അയ്യോ, ഓരോ ഡോജ് കൊണ്ടോ, സീൻ ഡോജ്. അവൻ രക്ഷപ്പെട്ടു ആ ഡോജുകാരൻ. ഈ വണ്ടിക്ക് ഞാനും പണിയില്ലായിരിക്കും അല്ലേ? ഇല്ലല്ലേ, ഇവിടെ നോക്കാം. ഇതിഞ്ഞിപ്പോൾ എല്ലാം ഒന്ന് പണിയൂ? ഇല്ല. ഓക്കെ ഏട്ടാ, ഓക്കെ. ഇതെന്താ 5? ഓക്കെ, ഇത് കുറച്ചുകൂടെ അപ്ഗ്രേഡഡ് ആയിട്ടുള്ളതാണ്. കീ മേടിക്കന്തോ. അയ്യോ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പൊക്കോളാമേ. എടാ ഒരു മിനിറ്റ്, ഇയാളെന്തെങ്കിലും ചെയ്തു ചേടാ? ഇല്ലല്ലേ. എടോ ആരോ പിന്നെയും പണിഞ്ഞു എൻ്റെ വണ്ടിക്ക്. ഇതിനെ ഞാൻ പിന്നെയും പണിയാൻ പോകും. ഇതന്നെ നമ്മുടെ പരിപാടി. പണിയുക, വണ്ടി എടുക്കുക, വിൽക്കുക. അവനെന്തോ പറ്റി. അതൊന്നും ഒരു കാര്യമല്ല. മാറാ, നമ്മൾ ഇതൊക്കെ റിയൽ പ്ലേസ് ചെയ്ത് നടന്നു പോകുന്നത്. പ്രയർ ഇപ്പോൾ റിയലായിട്ട് കളിക്കുന്നവന്മാർ അതുകൊണ്ടാ ഈ ഓടി കിടക്കുന്നതൊക്കെ സബ്തിയേറ്റർമാർ. ഈ വണ്ടി പോയിട്ടാണെങ്കിൽ എനിക്ക് അവൻ്റെ വണ്ടി എടുക്കണം. ഇങ്ങോട്ട് ലൊക്കേഷൻ കാണിക്കണം, ഇങ്ങോട്ടാണ് ഈ ലൊക്കേഷൻ കാണിക്കുന്നത്. ഇങ്ങോട്ട് പോയി നോക്കാം. ഇന്ന് പിടിച്ചിട്ട് എൻ്റെ ബൈക്ക് വരും. മാറേ ആണോ? ബീജിയമൊക്കെ വന്നിട്ടുണ്ട് പിടിക്കാൻ പോകുന്നതിൻ്റെ. ഈയടാ സീന്. അവനെ പിടിച്ചിട്ട് എൻ്റെ ബൈക്ക് വരും. ഒരു റേഞ്ച് റോവർ പോലത്തെ ഏതൊരു വണ്ടിയാണ് ഇവനാണോ? അല്ല, ഒരു കൂടി തന്നെ വണ്ടിയാണ്. ഉറപ്പാണ്. ഒരു പാണ്ടിലോറി വേണം. പാണ്ടിലോറി പോലത്തെ ഏതൊരു വണ്ടിയാണ് എൻ്റെ വണ്ടി നിർത്തിട്ട് വരും. മാറാ, ഇപ്പം അവനാണോ? മനസ്സിലായില്ല. അവിടെ തന്നെ അവനൊരു പണി കിട്ടി കഴിഞ്ഞു. അനിത്തറ എന്നാ പറയുന്നത് അവനെപ്പറ്റി. കിട്ടി. ഇവനാണോ? ഇവനല്ല. അവനെ പിടിച്ചാൽ ഒരു വൈകി പോകുന്നവൻ. കിട്ടി ആളിനെ കിട്ടി. റേഞ്ച് റോവർ തന്നെയല്ലേ പറഞ്ഞേ? അതെ. നീ എന്തിനാടാ എൻ്റെ വണ്ടിക്ക് പറഞ്ഞേ? നീ എൻ്റെ വണ്ടി എടുക്കുവോ? പറഞ്ഞേട്ടാ. എൻ്റെ വണ്ടി എടുക്കൂലോ നീ? നിൻ്റെ വണ്ടി ഞാൻ എടുത്തോളൂ. അത്ര ഓക്കെ. നീ വണ്ടിക്ക് ആരെങ്കിലും പറഞ്ഞോണ്ടല്ലോ, അത്ര ഉള്ളൂ. ഞാൻ അവിടെ ചേർക്കും. അത്ര ഉള്ളു കേസ് പറയുന്നവർ. എത്ര ഉള്ളു? ഞാൻ എന്തും ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി. ഞാൻ GT എന്ന് ഡൗൺലോഡാക്കാൻ പറയില്ല. ഞാനിങ്ങോട്ടാ പോകുന്നത്? ഈ റേഞ്ച് റോഡിനൊന്നും പറ്റല്ലേ. അപ്പോൾ കേസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ഗൈസ്.